ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. സർ, തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ പുറത്ത് കേൾക്കുന്ന ബഹളങ്ങളൊന്നും, കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ബഹളങ്ങളൊന്നും സഭയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. സഭയിൽ പറഞ്ഞാലാണ് അതിന് മറുപടി ആധികാരികമായിട്ട് പറയാനും കഴിയുമായിരുന്നുള്ളൂ. പക്ഷെ അത് കാര്യമായിട്ട് വന്നിട്ടുണ്ടായില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വളരെ കൃത്യമായ ഒരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി അട്ടിമറിക്കപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായി 1-ാം തീയതി പുതിയ പദ്ധതി ബി ബി ഗ്രാം പദ്ധതി കേരളത്തിൽ വി ബി ഗ്രാം ജി എന്ന് പറയുന്നതാണ് ശരി. മറ്റത് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞ പോലെ അങ്ങനെയല്ല പറയേണ്ടത്. അത് ഇന്നലെ അവിടെ ഞങ്ങൾ ആ കോൺഫറൻസുമായിട്ട് തന്നപ്പോൾ അതിനകത്ത് ആ പദ്ധതിയുടെ ഭാഗമായി വരുന്ന എല്ലാ ടേമുകളൊക്കെ പറയണത് ഭൂഗ്രാം എന്നാണ്. ഈ സാറ്റലൈറ്റ് സർവേ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയും ഭൂഗ്രാം. അതല്ലെങ്കിൽ രണ്ടാമതുമായി വരുന്ന വേറൊരു ടേമിൽ വരുന്നത് ജൻഗ്രാം എന്നാണ്. എന്നാൽ ഇത് ശരിക്ക് BBG റാംജി എന്ന് പറയാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവിക മിഷൻ ഗ്രാമീൺ എന്നൊക്കെ ആക്കി മാറ്റുകയാണ്. സത്യത്തിൽ അത് അതും അങ്ങനെയാണ് പറയേണ്ടത്. BB ഗ്രാം ജി എന്നേ പറയേണ്ടതുള്ളൂ. മറ്റതൊരു അജണ്ടയുടെ ഭാഗമായിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ശ്രമമാണ്. അത് വേണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ഡേറ്റ് മാറ്റി പറഞ്ഞ പോലെ, ഡേറ്റ് സംഖ്യയാക്കി പറഞ്ഞ പോലെ അല്ല, ഇത് കരുതി കൂട്ടി പറഞ്ഞതാണ്. അത് തെറ്റുപറ്റിപ്പോയായിരുന്നു. അപ്പോൾ ഏതായാലും ആ പദ്ധതിയുടെ ഭാഗമായിട്ട് 2-3 പ്രശ്നങ്ങൾ. സ്റ്റേറ്റിന് ഇത് വലിയ ബാധ്യതയാണ് വരുന്നത്. ശരിക്കും ഒരു 2000 കോടിയിലധികം രൂപയുടെ ബാധ്യത സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വരുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 1-ാം തീയതിയൊക്കെ വലിയ ആഘോഷമാക്കണം എന്നൊക്കെയാണ് ഇന്നലെ കിട്ടിയ നിർദ്ദേശങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിന്. അതൊക്കെ ആലോചിച്ച് മാത്രം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതലായിട്ട് പറയണില്ല. അതിൻ്റെ ചില നിർദ്ദേശങ്ങൾ ഇന്നലെ അവിടെ രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനം എന്ന് പറഞ്ഞിട്ടാണ് കേന്ദ്രമന്ത്രിയൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ പങ്കെടുത്തപ്പോൾ വളരെ കൃത്യമായി സ്റ്റേറ്റിൻ്റെ പ്രതിനിധികൾ അവിടെ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വേണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും എത്രത്തോളമാണ് അത് വരിക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്, പരിശോധിക്കാവുന്നതാണ്. വേറെ കൂടുതലായിട്ട് കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ. ഒന്ന്, ഈ ബജറ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ഗ്രാമസഭ. ഈ ഓൺലൈൻ ഗ്രാമസഭ എന്ന് പറയുന്നത് വളരെ കരുതലോട് കൂടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ പോളിസിയുടെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. ഒരു ഗ്രാമസഭ ചേരുമ്പോൾ ആ ഗ്രാമത്തിലെ എല്ലാവരുടേതുമാകണം. ഇപ്പോൾ അതിന് വരാൻ കഴിയുന്ന കുറച്ച് ആളുകളുടേത് മാത്രമാണ്. ഇപ്പോൾ ഒരു ബെഡ്റിഡനായിട്ട് വീട്ടിൽ കിടക്കുന്ന ഒരാൾ ആ ഗ്രാമത്തിലെ അംഗമാണ്. അവിടെ വരാൻ പറ്റാത്ത ഒരു അമ്മ, അല്ലെങ്കിൽ ഒരു അച്ഛൻ, ഒരു സഹോദരൻ, സഹോദരി, അതല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയിട്ട് ജോലിയിലൊക്കെ അതിജീവനത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന സാധുക്കളായ ആളുകൾ, ഇവർക്കൊക്കെയും ആ ഗ്രാമത്തിൻ്റെ ചലനങ്ങളിൽ പങ്കാളിയാവാൻ കഴിയുന്ന തരത്തിൽ എൻ്റേത് കൂടിയാണ് എൻ്റെ ഗ്രാമമെന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബജറ്റ് ഓൺലൈൻ ഗ്രാമസഭ അത് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ആ തരത്തിൽ തന്നെയാണ് അതിൻ്റെ പ്രഖ്യാപനം അത് ഈ ബജറ്റിൽ വന്നിട്ടുള്ളത്. രണ്ടാമത് വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള ഗ്രാമസഭാ കേന്ദ്രങ്ങൾ തുടങ്ങും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഇപ്പോൾ ഈ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടത്തുമ്പോൾ നമുക്ക് ബോധ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വാർഡുകൾ, നമ്മളുടെ ഈ മാലിന്യ പ്രശ്നമാണ് സ്റ്റേറ്റിലെ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം. വളരെ ഭീകരമാണത്. ആരോഗ്യവുമായി ബന്ധപ്പെട്ടായാലും എല്ലാ തരത്തിലും വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ എല്ലാ തരത്തിലുമുള്ള അതിനാണെങ്കിൽ വ്യത്യസ്തമായ ഏജൻസികളാണ്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ളത്. ഇതിനെല്ലാം കൂടെ ഒരുമിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ ഒരൊറ്റ കൊടക്കീഴിലായി വേസ്റ്റ് മാനേജ്മെൻറ്റ് അതോറിറ്റി രൂപീകരിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ വളരെ പെട്ടെന്ന് തന്നെ നടത്തുന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അത് വളരെ പെട്ടെന്ന്, വളരെ സീരിയസ് ആയിട്ട് തന്നെ ആലോചിച്ചിട്ട് അതിനുള്ള നടപടികൾ നടത്തുന്നതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ ഞങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ പഞ്ചായത്തുകളിലൊക്കെ പലപ്പോഴും 3 കോടി 4 കോടിയൊക്കെ അല്ലെങ്കിൽ 2 കോടിയൊക്കെ പഞ്ചായത്തുകളുടെ കയ്യിൽ പണം ഉണ്ടാവും. പഞ്ചായത്ത് അത് വികസനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഓരോ മെമ്പർമാർക്കും ചെറിയ ചെറിയ സംഖ്യകളായിട്ട് അല്ലെങ്കിൽ വിഭജിച്ച് കൊടുക്കുന്ന ഒരു രീതിയാണ് പലയിടത്തും കാണുന്നത്. ഇത് മൊത്തത്തിൽ ഒരു വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കഴിയുമ്പോൾ, ഒരു പഞ്ചായത്തിന് എടുത്തു പറയാൻ കഴിയുന്ന വലിയ അസറ്റുകൾ ഇല്ലാതെയായി പോകുന്നു എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. എന്ന് വെച്ചിട്ട് മെമ്പർമാർക്ക് ഇത് കൊടുക്കാതിരിക്കാനായിട്ട് പറ്റുകയില്ല. ശരിക്കും എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് സ്റ്റേറ്റിലെ ഒരു വലിയ വിഹിതമാണ് ഇങ്ങനെ ഒരു ഗുണപരമല്ലാതെ പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും
പഞ്ചായത്തുകളിൽ ഈ വലിയ ധനവിനിയോഗം ആ പഞ്ചായത്തിൻ്റെ എക്കാലത്തെയും അസറ്റുകളായി മാറ്റുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളൊരു അഭിപ്രായം കൂടെ ഞാനിവിടെ സമർപ്പിക്കുകയാണ്. കൂടുതലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായില്ല. പിന്നെ ഒരു കാര്യം ഇവിടെ കാര്യമായിട്ട് വന്ന ലൈഫുമായി ബന്ധപ്പെട്ട് AK അഷ്റഫ് ആവട്ടെ നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യം, പിന്നെ പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് ലൈഫിനെ അട്ടിമറിക്കുകയാണ്, ഇല്ലാതാക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ലൈഫുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഉന്നയിച്ച നിരവധി ആശങ്കകളുണ്ട്. ആ ആശങ്കകളെ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യും. അത് സമയമെടുത്ത് അഡ്രസ്സ് ചെയ്യും, ഒരു സംശയക്കാര്യത്തില്ല. പക്ഷേ അതിനകത്ത് വീടിന് അർഹതപ്പെട്ട് നിൽക്കുന്ന പണി തുടങ്ങി വെച്ച അതിൽ പേര് വന്ന ഒരാളുടെ അപേക്ഷയോ നിരസിക്കുകയോ അവർക്ക് വീട് ലഭിക്കാതിരിക്കുകയോ ചെയ്യില്ല എന്ന ഉറപ്പ് കൂടെ ഈ സഭയുടെ മുമ്പിൽ ഞാൻ പറയാണ്. അതുകൊണ്ട് ലൈഫിനെ അട്ടിമറിക്കാമെന്നല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വന്ന എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തുടരുക തന്നെ വേണം. കാരണം സർക്കാർ ഒരു തുടർച്ചയാണ്. പക്ഷേ ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള ചില രാഷ്ട്രീയ വിഷയങ്ങളും രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് പരിശോധിക്കുക തന്നെ ചെയ്യുമെന്ന് കൂടെ ഞാൻ പറയാണ്. ഇത് പാസ്സാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്